ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനിയെ രക്ഷിച്ച് സൂര്യ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ സമയം യതീന്ദ്രനോട് എല്ലാവരും നിർബന്ധിച്ച് കേക്ക് മുറിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ യതീന്ദ്രനും പത്മയും കൂടി കേക്ക് മുറിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ കത്തിയെടുത്ത് കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് അടക്കം പൊട്ടുന്ന സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ യതീന്ദ്രനും പത്മയും എല്ലാവരും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇതെന്താ പെട്ടെന്നൊരു പടക്കം പൊട്ടൽ എന്നുള്ള ഭാവത്തിൽ നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സൂര്യ നന്ദിനിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നത്. സൂര്യയെ കണ്ടതോടുകൂടി യതീന്ദ്രന് ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. സൂര്യ പറഞ്ഞതുപോലെ തന്നെ കേക്ക് മുറിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ നന്ദിനിയുമായി ഇവിടെ എത്തിയിരിക്കും എന്ന് പറഞ്ഞ അതുപോലെ തന്നെ സൂര്യ നന്ദിനിയുമായിട്ട് അവിടെ എത്തുകയാണ്. അതോടുകൂടി യതീന്ദ്രന് ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ നന്ദിനിയെ കണ്ടതോടുകൂടി പത്മയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. ഇവൻ എങ്ങനെ ഈ നന്ദിനിയെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ പത്മയും ഇന്ദ്രജയൊക്കെ ദേഷ്യം പിടിച്ച് നോക്കുന്നത്. അച്ഛനോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട് എന്ന് പറയട്ടെ. അങ്ങനെ യതീന്ദ്രൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് സൂര്യയും നന്ദിനിയും. എന്നിട്ട് യതീന്ദ്രൻ പറയണ എല്ലാവരും വിവാഹ വാർഷികത്തിന് നിങ്ങളെല്ലാവരും ഉണ്ടാവണം, കേക്ക് മുറിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, അതുപോലെ തന്നെ സാധിച്ചു എന്ന് പറഞ്ഞ് സന്തോഷത്തിലാണ് കേട്ടോ. സൂര്യയുടെ കൈ പിടിച്ചുകൊണ്ടാണ് യതീന്ദ്രൻ കേക്ക് മുറിക്കുന്നത്. അത് കാണുമ്പോൾ പത്മയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. അപ്പോഴത്തേക്കും വേദയും കൂടി എത്തിയിട്ടുണ്ടാവും. ടൂറ് കഴിഞ്ഞ് വേദയും ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് കേക്ക് മുറിച്ച ശേഷം സൂര്യ യതീന്ദ്രൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ യതീന്ദ്രൻ തിരിച്ചും സൂര്യയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പത്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് പത്മ ആ കേക്ക് വാങ്ങുന്നില്ല. പത്മയ്ക്ക് ദേഷ്യം പിടിച്ച് നന്ദിനിയെ കണ്ടതോടുകൂടി പത്മയ്ക്കും ഇന്ദ്രജിക്കും വേദയ്ക്കൊക്കെ ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അവർ കേക്ക് വാങ്ങിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. സമയം ഗംഗയുടെ ഫോണിലേക്ക് ഗുണ്ട വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഗംഗ കോള് കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നത് സൂര്യയെയും നന്ദിനിയെയും ഇല്ലാതാക്കി അവരെ കൊന്നുകളഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം കുളമായി എന്ന് പറഞ്ഞ് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് സൂര്യ വന്നതും അങ്ങനെ സൂര്യ അവിടെ എല്ലാവരെയും അടിച്ച് നിരപ്പാക്കിയതും അത് കഴിഞ്ഞ് പോലീസ് വന്ന് അവരെ പിടിച്ചുകൊണ്ട് പോയതും ഞാൻ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെട്ടതാണ് എന്നൊക്കെ ഗംഗയെ വിളിച്ച് പറയുമ്പോൾ ഗംഗയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ആവശ്യത്തിലും കൂടുതൽ ഞാൻ കാശ് തന്നതല്ലേ, എന്നിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഗുണ്ടയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ആ ഗുണ്ട പറയുകയാണ് സൂര്യ നമ്മൾ കരുതുന്നത് പോലെയല്ല, സൂര്യ നല്ല ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. കൃത്യസമയത്ത് തന്നെ പോലീസ് അവിടെ എത്തി. എനിക്ക് തോന്നുന്നത് സൂര്യ പോലീസിന് അവിടുത്തെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്, അല്ലാതെ കൃത്യമായിട്ട് പോലീസ് അവിടെ എത്തില്ല. അപ്പോൾ ഗംഗക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. ഇനി കൂടുതൽ സംസാരിക്കേണ്ട, ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് വന്ന് അവളെ ഭദ്രമായി നിങ്ങളുടെ കസ്റ്റഡിയിൽ വെക്കാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, നിങ്ങളെയൊക്കെ വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ അബദ്ധം എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് ഗംഗ ഫോൺ അങ്ങ് കട്ടാക്കാൻ കേട്ടോ. ഇനി ഞാൻ തന്നെ രംഗത്തിറങ്ങിക്കോളാം, എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഗംഗ നിൽക്കുന്നത്. ഈ സമയം നന്ദിനിയും സൂര്യയും യതീന്ദ്രനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ നന്ദിനിയെ രക്ഷിക്കാൻ വേണ്ടി സൂര്യ തനിച്ചു പോയതിനെക്കുറിച്ച് യതീന്ദ്രൻ പറയാണ്, നിനക്ക് എന്നോട് പറയായിരുന്നില്ലേ, നീ എത്ര വലിയ റിസ്ക്കാണ് എടുത്തത്, ഞാൻ കൂടി നിന്നോടൊപ്പം വരുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ സൂര്യ പറയണേ, എനിക്ക് തന്നെ എങ്ങനെയാണ് നന്ദിനിയെ രക്ഷപ്പെടുത്തേണ്ടത് എന്ന് എനിക്ക് തന്നെ എൻ്റെ തലയിലൊന്നും തോന്നിയിരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും നന്ദിനിയെ രക്ഷിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഉണ്ടായത്. ആ സമയത്ത് എങ്ങനെയാണ് ഞാൻ അച്ഛനെയും കൊണ്ട് അവിടേക്ക് പോവുക, ഞാൻ തന്നെ എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത് എന്ന് എനിക്ക് പോലും അറിയില്ല. നന്ദിനി പറയണേ, എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു സൂര്യ സാർ അവിടെ എത്തുമെന്നും എന്നെ രക്ഷപ്പെടുത്തി അവിടെ നിന്ന് കൊണ്ടുവരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സൂര്യ നന്ദിനിയെ നോക്കി പുഞ്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്രൻ നന്ദിനിയോട് ചോദിക്കുകയാണ്, അല്ല നിന്നെ കടത്തി കൊണ്ടുപോയവർ ആരാണെന്നുള്ളത് വല്ല സൂചനയും നിനക്ക് ലഭിച്ചോ, ആരാണ് നിന്നെ കടത്തി കൊണ്ടുപോയത്? അപ്പോൾ നന്ദിനി പറയണ, നമ്മളന്ന് ഭക്ഷണം കഴിച്ച സമയത്ത് സൂര്യ സാറുമായിട്ട് വഴക്കിട്ടില്ലേ, അവർ തന്നെയാണ് എന്നെ കടത്തി കൊണ്ടുപോയത്. അപ്പോൾ സൂര്യ പറയണ, അതെ അവർ തന്നെയാണ് നന്ദിനിയെ കടത്തി കൊണ്ടുപോയത്, പക്ഷേ അവരെ പിറകിൽ ആരാണ് ഉള്ളത് എന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അവർ ആർക്ക് വേണ്ടിയാണ് നന്ദിനിയെ കടത്തി കൊണ്ടുപോയത് എന്നാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നന്ദിനി അവിടെ ഉള്ളപ്പോൾ ഒരു പെണ്ണിനെ അവർ പിടിച്ചുകൊണ്ട് വന്ന് നന്ദിനിയുടെ കൺമുന്നിൽ വെച്ചാണ് ഇല്ലാതാക്കിയത്. എന്നിട്ട് പോലും നന്ദിനി പേടിച്ചില്ല അച്ഛാ, അതാണ് നന്ദിനിയുടെ ധൈര്യം എന്ന് സൂര്യ പറയട്ടോ. അപ്പോൾ നന്ദിനി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതെ എൻ്റെ കൺമുന്നിൽ വെച്ചാണ് ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ് അവരില്ലാതാക്കിയത്. ഒരു മനസാക്ഷിയും ഇല്ലാത്ത ഗുണ്ടകളായിരുന്നു, ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ് അവർ എൻ്റെ കൺമുന്നിൽ വെച്ച് തൂക്കിക്കൊന്നത്. അതും അവരോട് മോശമായി സംസാരിച്ചതിനുള്ള പകയാണ് അവർ തീർത്തത് പറഞ്ഞ് നന്ദിനി കരയുന്ന സമയത്ത് സൂര്യക്കും യതീന്ദ്രനും വിഷമാവാൻ കേട്ടോ. നന്ദിനിയുടെ ആ കരച്ചിൽ കണ്ടതോടുകൂടി സൂര്യ അതുവരെ പറഞ്ഞതൊക്കെ നന്ദിനിയുടെ ധൈര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് നന്ദിനി കരഞ്ഞത് കണ്ടപ്പോൾ സൂര്യ പറയുകയാണ്, നന്ദിനി നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അപ്പോൾ നന്ദിനി പറയണ,
പറയണേ എന്നെക്കൊണ്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതോർത്ത് എനിക്ക് വല്ലാത്ത വിഷമവും കുറ്റബോധവുമാണ് തോന്നിയത്. അപ്പോൾ സൂര്യ പറയണേ നിന്നെക്കൊണ്ട് എന്ത് കഴിയാനാണ് നന്ദിനി, അവിടെ 4-5 പേരാണ് റൗഡികളുണ്ടായത്, അവരുടെ മുന്നിൽ നിനക്ക് എന്ത് ചെയ്യാനാവും, നീ അവരുടെയൊക്കെ മുന്നിൽ ധൈര്യത്തോടു കൂടി പിടിച്ചു നിന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ യതീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല സൂര്യ, അവരെവിടേക്കാണ് നന്ദിനിയെ പിടിച്ചുകൊണ്ട് പോയത്? അപ്പോൾ സൂര്യ പറയണേ എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ചൊന്നും അങ്ങനെ അറിയില്ല, എനിക്കതിനെക്കുറിച്ചൊന്നും ഒരു ഉള്ളേരിയ ആണെന്നുമുള്ളത് മനസ്സിലായി. അപ്പോൾ നന്ദിനി പറയണേ ഒരു ഗോഡൗൺ പോലെയാണ് എനിക്ക് തോന്നിയത്, ഒരു വൃത്തികെട്ട ഒരു സ്ഥലമായിരുന്നു. പക്ഷേ അവർ എന്തോ ഒരു സിഗരറ്റ് വലിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, ഒരു വൃത്തികെട്ട സ്മെല്ലായിരുന്നു, പിന്നെ ഒരു ഉപ്പ് പോലത്തെ ഒരു പൗഡറൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സൂര്യ പറയുന്നത് അത് മറ്റൊന്നുമല്ല അച്ഛാ, അവർ വലിയ ഒരു റാക്കറ്റിൻ്റെ കണ്ണികളാണ്, സ്മഗ്ലിങ് കടത്തുന്നവരാണ്. അപ്പോൾ നന്ദിനി പറയണ ആ പെൺകുട്ടി മരിച്ചത് എൻ്റെ കണ്ണിൽ നിന്നും പോകുന്നില്ല, ആ പെൺകുട്ടിയുടെ കരച്ചിലൊന്നും എൻ്റെ കൺമുന്നിൽ നിന്നും പോകുന്നില്ല, അവരെ പോലീസുകാർ വെറുതെ വിടരുത്. അപ്പോൾ സൂര്യ പറയണ അതെല്ലാം പോലീസ് നോക്കിക്കോളും, ഇനി അതിനെക്കുറിച്ചൊന്നും നന്ദിനി നീ ഓർക്കണ്ട. അല്ല അവരിങ്ങനെ മയക്കുമരുന്ന് വിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരെ വെറുതെ വിടരുത് എന്ന് യതീന്ദ്രനും പറയുമ്പോൾ ഇല്ല അച്ഛാ, അതെല്ലാം പോലീസ് നോക്കിക്കോളും, അവർ മുഴുവനും അവിടെ അരിച്ചു പെറുക്കിയിട്ടുണ്ടാവും. യതീന്ദ്രൻ പറയണേ നിങ്ങളിവിടെ എത്താഞ്ഞിട്ട് എനിക്ക് വിവാഹ വാർഷിക ആഘോഷം നടത്തുന്നതിലും ഒന്നിലും എനിക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല, കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവരും എന്നെ നിർബന്ധിക്കുമ്പോഴും എനിക്ക് അതിന് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അത് കേട്ടും കൊണ്ടാണ് പത്മ അവിടേക്ക് വരുന്നത്. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്, നിങ്ങളുടെ അവസ്ഥയും മുഖവും എല്ലാം തന്നെ വന്ന ആളുകൾ തന്നെ വിലയിരുത്തിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഒരു സന്തോഷവും ഇല്ലാതെ മുഖം ഇരുണ്ടുകൂടിയിട്ടല്ലേ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പം നിങ്ങൾക്ക് ആശ്വാസമായില്ലേ? അപ്പോൾ എന്താ പറയണേ, എന്താ പത്മ നീ പറയുന്നത്, നന്ദിനി ഒരു പാവമാണ്, അവൾ എത്ര ബുദ്ധിമുട്ട് പ്രയാസവും അനുഭവിച്ചിട്ടാണ് അവൾ രക്ഷപ്പെട്ടു വന്നത്, എന്നിട്ട് നിനക്കതിൽ ഒരു ടെൻഷനും ഇല്ലാതെ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഇവളെ ഇടയ്ക്കിടയ്ക്ക് കാണാതാവുകയും നിങ്ങൾ രണ്ടുപേരും ടെൻഷൻ അടിച്ച് പരക്കം പാഞ്ഞ് അവളെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതൊക്കെ ഇപ്പോൾ ഒരു സ്ഥിരം പതിവല്ലേ, അതിലിപ്പോൾ എന്താ ഇത്ര ടെൻഷനായിരിക്കുന്നത്? കേട്ടപ്പോൾ സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, എൻ്റെ ഭാര്യയെ കാണാതായിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുന്നതിൽ നിങ്ങൾക്കിപ്പോൾ എന്താ പറയാനുള്ളത്? എൻ്റെ ഭാര്യയെ കാണാതായിട്ടുണ്ടെങ്കിൽ ഭർത്താവായ ഞാൻ തന്നെയാണ് എൻ്റെ ഭാര്യയെ കണ്ടുപിടിച്ച് കൊണ്ടുവരിക, അതിനിത്ര പറയാനൊന്നുമില്ല. അപ്പോൾ പത്മ പറയണ അതിന് ഇവളെ മാസവും ഇവളെ കാണാതാവുകയല്ലേ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ലേ ഇവളെ കാണാതായി കാറിൻ്റെ ഡിക്കിയിൽ നിന്നും കിട്ടിയത്, എന്താപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? ഇവളെ പോലെ ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? എല്ലാത്തിലും പോയി തലയിടും, എന്നിട്ട് ആരെങ്കിലും ഇവളെ കടത്തിക്കൊണ്ടു പോകും, എന്നിട്ടിപ്പോൾ ഇവിടെയുള്ളവർ പോലീസിൽ പോയി പരാതിപ്പെടലും എന്നിട്ട് ഇവളെ തേടി കണ്ടുപിടിക്കാൻ നടക്കലും, ഇവൾക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ വരുന്നത്? ഇവളുടെ കയ്യിലിരിപ്പ് അത്രയ്ക്ക് നന്നായത് കൊണ്ടാണ്. അത് കേട്ടപ്പോൾ സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണ ഒന്ന് നിർത്തുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവാഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ ഈ സംസാരിക്കുന്നത്, നന്ദിനി എത്രമാത്രം വലിയ ഒരു അപകടത്തിലാണ് ഉണ്ടായത് എന്ന് നിങ്ങളാരും കണ്ടില്ല, ഞാൻ മാത്രമാണ് കണ്ടത്, അവളുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ഒരു സഹതാപവും ഇല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു സംസാരം ഇവിടെ ആവർത്തിക്കരുത്, നിങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും, അതിന് ഇവളെ പോലത്തെ അവസ്ഥ ഒന്നും ഞങ്ങൾക്ക് വരില്ല, ഞങ്ങൾ ഇവളെ പോലെ മോശപ്പെട്ടവരൊന്നുമല്ല എന്ന് പറഞ്ഞ് പത്മ വീണ്ടും നന്ദിനിയെ കളിയാക്കിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും സംസാരിക്കുമ്പോൾ സൂര്യയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണേ നിങ്ങൾക്ക് സഹതാപം വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങളൊരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയോട് തോന്നുന്ന ആ ഒരു സഹതാപമെങ്കിലും നിങ്ങൾക്കുണ്ടാവേണ്ടതല്ലേ, നിങ്ങളെയൊക്കെ ഒരു സ്ത്രീയാണെന്ന് പറയുന്നതിൽ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ കഴിക്കേടാണ്, നന്ദിനി നീ വാ എന്ന് പറഞ്ഞ് സൂര്യൻ നന്ദിനിയും കൊണ്ട് റൂമിലേക്ക് പോവാട്ടോ. അപ്പോൾ യതീന്ദ്രനോട് പത്മ പറയണേ കണ്ടില്ലേ, അവൻ എന്നെ ഒരു സ്ത്രീ ആയിട്ട് പോലും കാണുന്നത്, അവൻ്റെ പെറ്റ അമ്മയാണ് ഞാൻ, എന്നിട്ട് അവൻ സംസാരിച്ചിട്ട് പോകുന്നത് കണ്ടില്ലേ? അപ്പോൾ യതീന്ദ്രൻ പറയണേ നീ എന്താണോ നിൻ്റെ മകനോട് നീ പറയുന്നത് അതിനുള്ള മറുപടിയാണ് അവൻ പറയുന്നത്, എങ്ങനെയാണോ സംസാരിക്കുന്നത് അതിനുള്ള തിരിച്ചു മറുപടിയാണ് സൂര്യ തരുന്നത്, അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് സംസാരിക്കണം, അപ്പോഴാണ് തിരിച്ചും നല്ല മറുപടി കിട്ടും പറഞ്ഞിട്ടാണ് യതീന്ദ്രൻ പോകുന്നത്. ഈ സമയം സൂര്യയും നന്ദിനിയും റൂമിലെത്തിയ ശേഷം നന്ദിനി ഒരമ്മയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഗുണ്ടകളുടെ കയ്യിൽപ്പെട്ട സമയത്ത് ഞാൻ 2 ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്, അതിൽ ഒന്ന് താനൂരമ്മയോടും മറ്റൊന്ന് എൻ്റെ സൂര്യ സാറിനോടുമാണ്. എൻ്റെ സൂര്യ സാറിന് ഒരു കുഴപ്പവും കൂടാതെ എന്നെ രക്ഷിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ നന്ദിനി കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ സൂര്യ തൊട്ടു പുറകിൽ നിന്ന് കേൾക്കുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ പുറകിൽ നിന്ന് സംസാരിക്കുകയാണ്, ഭക്തേ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു,
എനിക്കിനി എന്ത് വരമാണ് ഞാൻ തരേണ്ടത്, എന്നോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ നന്ദിനി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോട്ട്. എന്ത്, എൻ്റെ താനൂരമ്മയാണോ എന്നോട് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലോട്ടോ. അപ്പോൾ സൂര്യ പറയണേ, നിൻ്റെ താനൂരമ്മയല്ല, ഇത് ഞാനാണ് ഭക്തേ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നന്ദിനി അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ സൂര്യയെ കാണുമ്പോൾ നന്ദിനി സൂര്യയെ തന്നെ നോക്കുകയാണ്. അപ്പോൾ സൂര്യ പറയണേ, അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നോ നന്ദിനി ഞാൻ അവിടെ വരുമെന്നുള്ളത്? അതെ, എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ താനൂരമ്മയും എന്നെ കൈവിടില്ല, എൻ്റെ സൂര്യ സാറും എന്നെ കൈവിടില്ല എന്നുള്ളത്. സൂര്യ സാർ ആ പാവം പിടിച്ച പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധം എൻ്റെ മനസ്സിൽ നല്ലോണമുണ്ട്. ആ പാവം പിടിച്ച പെൺകുട്ടിയോട് എന്തിനാണ് അവർ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്തത്? അവരോട് മോശമായി സംസാരിച്ചതിന് എന്തിനാണ് ആ പെൺകുട്ടിയുടെ ജീവൻ അവർ ഇല്ലാതാക്കിയത്? ആ പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാതാകുമ്പോൾ അവർ പൊട്ടിച്ചൊരിച്ച് സന്തോഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സൂര്യ പറയണ, അവരെ കണ്ടാൽ തന്നെ അറിയാം, അവരൊരു സൈക്കോ മാതിരിയാണ് അവർ പെരുമാറിയിരുന്നത്. അപ്പോൾ നന്ദിനി പറയാം, അല്ല സൂര്യ സാർ, ഇനിയിപ്പോൾ അവർ എന്നെ കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ സൂര്യ സാർ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചതോടുകൂടി സൂര്യ അങ്ങ് ദേഷ്യപ്പെടണേ. എന്തിനാ നന്ദിനി ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? നീ ഇതുവരെ നല്ലപോലെ സംസാരിച്ചതല്ലേ, പിന്നെ എന്തിനാ അങ്ങനെ ഒരു സംസാരം? ഇനി മേലിൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അപ്പോൾ സൂര്യ തിരിച്ചും ചോദിക്കാൻ, അല്ല നന്ദിനി, ഇനിയിപ്പോൾ അവരുടെ അടുത്തേക്ക് ഞാൻ വരുന്ന സമയത്ത് എനിക്കാണ് അപകടം പറ്റിയതെങ്കിൽ, അവർ എന്നെയാണ് ഇല്ലാതാക്കിയതെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചതോടുകൂടി സൂര്യയുടെ വായ പെട്ടെന്ന് നന്ദിനി അങ്ങ് പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ. സൂര്യ സാർ, ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിച്ചു പോകരുത്. അത് ശരി നന്ദിനി, നീ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു സംസാരിച്ചത്. ഞാൻ സംസാരിച്ചപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ, അതുപോലെ തന്നെയാണ് എനിക്കും. അതുകൊണ്ട് ഇനി മേലിൽ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കരുത്. പക്ഷേ നന്ദിനി, ഇതിൻ്റെയൊക്കെ പിറകിൽ എന്തോ ഒരു ചതിയുണ്ട്. നിന്നെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവർ ആർക്കു വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ അവർക്ക് എന്നോടുള്ള ദേഷ്യത്തിന് നിന്നെ എന്തിനാണ് അവർ കടത്തിക്കൊണ്ടു പോവേണ്ടത്? ഇതിപ്പോൾ അതൊന്നുമല്ല. അപ്പോൾ നന്ദിനി പറയും, എന്തിനാണാവോ അവർ ഇങ്ങനെ ചെയ്തത്? ഇവിടെ അതിന് ആർക്കാണാവോ ഇത്രയ്ക്കധികം പകയുള്ളത്? അത് പറയാൻ കഴിയില്ല. ഈ വീട്ടിലുള്ളവരോട് ആർക്കെങ്കിലും പുറത്തുള്ളവർക്ക് ശത്രുതയുണ്ടോ ഇല്ലയോ എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. ചിലപ്പോൾ ഒരുപക്ഷെ അവർ ഏർപ്പാടാക്കിയതാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ പിറകിൽ ആരാണ് കളിച്ചത് എന്ന് കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ ഒരിക്കലും അവർ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി നിന്നെ ഒരിക്കലും കൊണ്ടുപോവില്ല. ഇതിൽ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. ആർക്കോ വേണ്ടിയാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത്. അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ സൂര്യ നന്ദിനിയോട് പറയണം. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.